പാസ്പോർട്ട്, പാൻ കാർഡ്, ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും അടുത്തോ? എങ്കിൽ ഇനി അത് വേണ്ട. എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു. എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ. വോട്ടർ ID, FSSAI സേവനങ്ങൾ, PF ജീവൻ പ്രമാൺ, പരിവാഹൻ ഉദ്യം ലോൺ, ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ, ഗ്രാന്റ്സ്, NSP സേവനങ്ങൾ, ഇൻഷുറൻസ് പേയ്മെന്റ്, ബസ്, ഫ്ലൈറ്റ്, റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ്, ഉംറ സർവീസ്, ട്രാവൽ പാക്കേജ്, ഓവർസീസ് എഡ്യൂക്കേഷൻ, HDFC ബാങ്കിംഗ് സർവീസ്, K-സ്മാർട്ട് സേവനങ്ങൾ, ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു. ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക. കോൺടാക്ട് നമ്പർ 8330846476 9895549683. ഞായത്തോട് സൗത്ത് ജംഗ്ഷൻ ഗതാഗതക്കുരുക്കിന് പരിഹാരം കണ്ടെത്താൻ സർവകക്ഷി യോഗം. ഞായത്തോട് സൗത്ത് ജംഗ്ഷനിലെ അതിരൂക്ഷ ഗതാഗതക്കുരുക്കിന് പരിഹാരം തേടി അങ്കമാലി നഗരസഭ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം റോജി എം ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. പ്രധാനമായിട്ടും സൗത്ത് ജംഗ്ഷൻ, ഷാപ്പൂർ ജംഗ്ഷൻ മുതൽ എയർപോർട്ട് കവാടം വരെയുള്ള ഭാഗത്തുള്ള അൺഓതറൈസ്ഡ് പാർക്കിംഗ് ഇത് വളരെ ഗുരുതരമായിട്ടൊരു വിഷയമാണ്. ഞാൻ ഒരു ദൈനംദിനം വന്നുള്ള ഞാൻ ഈ വഴിയെ കടന്നു പോകുന്ന ഒരാളാണ്. ഭാഗത്ത് കവാടത്തിൽ വന്ന് 2-3 കടകളിൽ പോകുന്ന കടകളുടെ കൂടെ കൂടെ വിപുലമായി അവിടെ കുറെ കൂടി കച്ചവടമൊക്കെ നടക്കുന്നത് വെച്ചാൽ നേരെ പോലീസ് സ്റ്റേഷൻ്റെ നേരെ മുൻവശത്തേക്ക്. അപ്പോൾ അവിടെ മുതൽ ഇങ്ങോട്ട് ഇപ്പോൾ കൂടുതൽ കടകൾ ഈ സൗത്ത് ജംഗ്ഷൻ, ഇവിടെ ഷാപ്പ് ജംഗ്ഷൻ മുതൽ അങ്ങോട്ടേക്ക് അതിൻ്റെ ഫുള്ള് കടയായി. പ്രൈവറ്റ് പ്രോപ്പർട്ടികൾ കംപ്ലീറ്റ് കടകളായി. ഇനി പബ്ലിക് പ്രോപ്പർട്ടി ആയിട്ട് കിടക്കുന്ന സ്ഥലം മാത്രമേ ഒഴിഞ്ഞു കിടക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം ബിൽഡിങ്ങുകളായി. ചെത്തിക്കോട് ജംഗ്ഷൻ മുതൽ എയർപോർട്ട് കവാടം വരെയും ഞായത്തോട് സ്കൂൾ ജംഗ്ഷനിലും ഡിവൈഡർ സ്ഥാപിക്കുന്നതിനും മറ്റൂർ കരിയാട് റോഡിൽ എയർപോർട്ട് കവാടം സ്ഥിതി ചെയ്യുന്ന സ്ഥലം റൗണ്ട് അബൌട്ട് ആക്കുന്നതിനും സൗത്ത് ജംഗ്ഷനിൽ സിഗ്നൽ സ്ഥാപിക്കുന്നതിനും ട്രാഫിക് വാർഡന്മാരെ നിയോഗിക്കുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കാൻ യോഗം തീരുമാനിച്ചു. ഇതിനായി കൊച്ചിൻ വിമാനത്താവളത്തിന്റെ സഹായം സ്വീകരിക്കാനും തീരുമാനിച്ചു. അഡ്വക്കേറ്റ് ഷിയോ പോൾ, നഗരസഭാ വികസനകാര്യ ചെയർമാൻ TY ഏലിയാസ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലെക്സി ജോയ്, നഗരസഭാ മുൻ വൈസ് ചെയർപേഴ്സൺ മേരി വർഗീസ്, ലൈജു ഇട്ടൂപ്പ്, ബാബു MP, ബിജു പൂവേലി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ലൈജു ഇട്ടൂപ്പ്, കൗൺസിലർമാർ സാജു നലങ്ങാടൻ, രജനി ശിവദാസ്, ജിത ഷിജോയ്, നായത്തോട് SNDP ശാഖ പ്രസിഡന്റ് DG സുരേന്ദ്രൻ, KD ദിവാകരൻ, TK കുട്ടപ്പൻ, അംബിക സുബ്രഹ്മണ്യൻ, ജിജോ ഗർവാസിസ്, എയർപോർട്ട് പോലീസ്, MVD അധികാരികൾ എന്നിവർ വിവിധ നിർദ്ദേശങ്ങളുമായി ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അങ്കമാലി.